എല്ലാ കൂട്ടുകാർക്കും മാസ്റ്റർ മീഡിയ 1 ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2020 ജൂലൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പിന്റെ പുതിയ പേരെന്ത്? വിദ്യാഭ്യാസ മന്ത്രാലയം. കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പിന്റെ പുതിയ പേര് വിദ്യാഭ്യാസ മന്ത്രാലയം. ഇന്ത്യയിൽ പുതിയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് എന്ന്? 2020 ജൂലൈ 29. ഇന്ത്യയിൽ പുതിയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് 2020 ജൂലൈ 29. പുതിയ വിദ്യാഭ്യാസ നയം കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച കമ്മിറ്റിയുടെ തലവൻ കെ കസ്തൂരിരംഗൻ. പുതിയ വിദ്യാഭ്യാസ നയം കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച കമ്മിറ്റിയുടെ തലവൻ കെ കസ്തൂരിരംഗൻ. കേരളത്തിൽ ആദ്യമായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പഠനം കൂടുതൽ എളുപ്പമാക്കുന്നതിനായി ഇ മെറ്റീരിയൽ ഫോർ ഇംഗ്ലീഷ് പദ്ധതി ആരംഭിച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം. കേരളത്തിൽ ആദ്യമായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പഠനം കൂടുതൽ എളുപ്പമാക്കുന്നതിനായി ഇ മെറ്റീരിയൽ ഫോർ ഇംഗ്ലീഷ് പദ്ധതി ആരംഭിച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം. കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി കേരള പോലീസ് നടത്തിയ ഓപ്പറേഷൻ പി ഹണ്ട്. കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ കണ്ടെത്താനായി കേരള പോലീസ് നടത്തിയ ഓപ്പറേഷൻ പി ഹണ്ട്. 2026 നടക്കാൻ പോകുന്ന വിന്റർ ഒളിമ്പിക്സിന്റെ വേദി ഇറ്റലി. 2026 നടക്കാൻ പോകുന്ന വിന്റർ ഒളിമ്പിക്സിന്റെ വേദി ഇറ്റലി. ലോക്സഭാ ടിവിയും രാജ്യസഭാ ടിവിയും ലയിപ്പിച്ച് പുതുതായി നിലവിൽ വന്ന ചാനൽ സൻസദ് ടിവി. ലോക്സഭാ ടിവിയും രാജ്യസഭാ ടിവിയും ലയിപ്പിച്ച് പുതുതായി നിലവിൽ വന്ന ചാനൽ സൻസദ് ടിവി. സൂപ്പർ ഡാൻ എന്നറിയപ്പെടുന്ന ചൈനീസ് ബാഡ്മിന്റൺ താരം ലിൻ ഡാൻ. സൂപ്പർ ഡാൻ എന്നറിയപ്പെടുന്ന ചൈനീസ് ബാഡ്മിന്റൺ താരം ലിൻ ഡാൻ. ഈയിടെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച ഡെഹിങ് പട്കായ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏത് സംസ്ഥാനത്താണ്? അസം. ഈയിടെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച ഡെഹിങ് പട്കായ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏത് സംസ്ഥാനത്താണ്? അസം. കേരളത്തിലെ ആദ്യത്തെ COVID-19 സൂപ്പർ സ്പ്രെഡ് ഏരിയ പൂന്തുറ. കേരളത്തിലെ ആദ്യത്തെ COVID-19 സൂപ്പർ സ്പ്രെഡ് ഏരിയ പൂന്തുറ. ലോകത്തിലെ ഏറ്റവും വലിയ കോവിഡ് പരിചരണ കേന്ദ്രമായ സർദാർ പട്ടേൽ കോവിഡ് കെയർ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ഡൽഹി. ലോകത്തിലെ ഏറ്റവും വലിയ കോവിഡ് പരിചരണ കേന്ദ്രമായ സർദാർ പട്ടേൽ കോവിഡ് കെയർ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ഡൽഹി. കോടതി വിധിയെ തുടർന്ന് തുർക്കി ഗവൺമെന്റ് പള്ളിയാക്കി മാറ്റുന്ന ഇസ്താംബൂളിലെ ലോക പ്രശസ്തമായ മ്യൂസിയം ഹഗിയ സോഫിയ. കോടതി വിധിയെ തുടർന്ന് തുർക്കി ഗവൺമെന്റ് പള്ളിയാക്കി മാറ്റുന്ന ഇസ്താംബൂളിലെ ലോക പ്രശസ്തമായ മ്യൂസിയം ഹഗിയ സോഫിയ. 10,000 കോടി യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മൂലമറ്റം. 10,000 കോടി യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മൂലമറ്റം. ഇന്ത്യയിൽ ഓൺലൈൻ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി CBSEയുമായി സഹകരിക്കുന്ന കമ്പനി ഗൂഗിൾ. ഇന്ത്യയിൽ ഓൺലൈൻ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി CBSEയുമായി സഹകരിക്കുന്ന കമ്പനി ഗൂഗിൾ. ഇന്ത്യയിലെ ആദ്യത്തെ നാട്ടുമാവ് പൈതൃക പ്രദേശം കണ്ണപുരം. ഇന്ത്യയിലെ ആദ്യത്തെ നാട്ടുമാവ് പൈതൃക പ്രദേശം കണ്ണപുരം. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ സൗരോർജ്ജമായ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെ? ഏഴിമല. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ സൗരോർജ്ജ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെ? ഏഴിമല. ഇന്ത്യയിൽ ആദ്യമായി സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് ഓൺലൈനായി നടത്തിയ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി സബ് ഇൻസ്പെക്ടർമാരുടെ
പാസിംഗ് ഔട്ട് പരേഡ് ഓൺലൈനായി നടത്തിയ സംസ്ഥാനം കേരളം. ആന്ധ്രാപ്രദേശിലെ കൃഷ്ണപട്ടണം പോർട്ട് ലിമിറ്റഡിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത സ്ഥാപനം അദാനി പോർട്ട് ട്രസ്റ്റ്. ആന്ധ്രാപ്രദേശിലെ കൃഷ്ണപട്ടണം പോർട്ട് ലിമിറ്റഡിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത സ്ഥാപനം അദാനി പോർട്ട് ട്രസ്റ്റ്. 2020 ജൂലൈയിൽ ജനങ്ങൾക്ക് വിവിധ വകുപ്പുകളിലെ മന്ത്രിമാരോട് പരാതി ബോധിപ്പിക്കുന്നതിനായി ഈ സചിവാലയ പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഹരിയാന. 2020 ജൂലൈയിൽ ജനങ്ങൾക്ക് വിവിധ വകുപ്പുകളിലെ മന്ത്രിമാരോട് പരാതി ബോധിപ്പിക്കുന്നതിനായി ഈ സചിവാലയ പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഹരിയാന. 4ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2021 വേദിയാകുന്നത് ഹരിയാന. 4ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2021 വേദിയാകുന്നത് ഹരിയാന. COVID-19 ചികിത്സയ്ക്കായി എല്ലാ ജില്ലകളിലും സെൽഫ് ടെസ്റ്റ് സിസ്റ്റം ആരംഭിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. COVID-19 ചികിത്സയ്ക്കായി എല്ലാ ജില്ലകളിലും സെൽഫ് ടെസ്റ്റ് സിസ്റ്റം ആരംഭിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ക്രൊയേഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി ആൻഡ്രസ് പ്ലെൻകോവിക്. ക്രൊയേഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി ആൻഡ്രസ് പ്ലെൻകോവിക്. 2020 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ പ്രമേയം ഹെപ്പറ്റൈറ്റിസ് ഫ്രീ ഫ്യൂച്ചർ. 2020 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ പ്രമേയം ഹെപ്പറ്റൈറ്റിസ് ഫ്രീ ഫ്യൂച്ചർ. കാലാവസ്ഥാ പ്രവചനത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ മൊബൈൽ ആപ്പ് മൗസം. കാലാവസ്ഥാ പ്രവചനത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ മൊബൈൽ ആപ്പ് മൗസം. COVID-19 പ്രതിരോധിക്കുന്നതിനായി ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച വാക്സിൻ കോവിഷീൽഡ്. COVID-19 പ്രതിരോധിക്കുന്നതിനായി ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച വാക്സിൻ കോവിഷീൽഡ്. മധ്യപ്രദേശിന്റെ പുതിയ ഗവർണർ ആനന്ദിബെൻ പട്ടേൽ. മധ്യപ്രദേശിന്റെ പുതിയ ഗവർണർ ആനന്ദിബെൻ പട്ടേൽ. 2020 ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL വേദിയായ രാജ്യം UAE. 2020 ഇന്ത്യൻ പ്രീമിയർ ലീഗിന് വേദിയായ രാജ്യം UAE. കൂരുമല ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ല എറണാകുളം. കൂരുമല ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ല എറണാകുളം. മാൻഹോൾ ശുചീകരിക്കുന്നതിനായി ബന്ദിക്കൂട്ട് എന്ന റോബോട്ട് നിലവിൽ വന്ന ആദ്യ വടക്കുകിഴക്കൻ നഗരം ഗുവാഹത്തി. മാൻഹോൾ ശുചീകരിക്കുന്നതിനായി ബന്ദിക്കൂട്ട് എന്ന റോബോട്ട് നിലവിൽ വന്ന ആദ്യ വടക്കുകിഴക്കൻ നഗരം ഗുവാഹത്തി. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ നിരക്ക് 291 രൂപ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ നിരക്ക് 291 രൂപ. COVID-19 ചികിത്സയ്ക്കായി കേരളത്തിലെ ആദ്യ പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്ന ആശുപത്രി മഞ്ചേരി മെഡിക്കൽ കോളേജ്. COVID-19 ചികിത്സയ്ക്കായി കേരളത്തിലെ ആദ്യ പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്ന ആശുപത്രി മഞ്ചേരി മെഡിക്കൽ കോളേജ്. ഹരിത കേരളം മിഷന്റെ ഭാഗമായി ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ ശേഖരിച്ച് പുനഃചംക്രമണത്തിനായി നൽകുന്ന പദ്ധതി പെൻ ബൂത്ത്. ഹരിത കേരളം മിഷന്റെ ഭാഗമായി ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ ശേഖരിച്ച് പുനഃചംക്രമണത്തിനായി നൽകുന്ന പദ്ധതി പെൻ ബൂത്ത്. 2020 ജൂലൈയിൽ ചബഹാർ റെയിൽവേ പ്രോജക്ടിന്റെ നിർമ്മാണത്തിൽ നിന്ന് ഇന്ത്യയെ ഒഴിവാക്കിയ രാജ്യം ഇറാൻ. 2020 ജൂലൈയിൽ ചബഹാർ റെയിൽ പ്രോജക്ടിന്റെ നിർമ്മാണത്തിൽ നിന്ന് ഇന്ത്യയെ ഒഴിവാക്കിയ രാജ്യം ഇറാൻ. ഇന്ത്യയിലെ ആദ്യ പബ്ലിക് ഇലക്ട്രിക് വാഹന ചാർജിംഗ് പ്ലാസ നിലവിൽ വന്നത് ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യ പബ്ലിക് ഇലക്ട്രിക് വാഹന ചാർജിംഗ് പ്ലാസ നിലവിൽ വന്നത് ന്യൂഡൽഹി. ഐക്യരാഷ്ട്രസഭ പ്രഥമ ലോക ചെസ് ദിനമായി ആചരിച്ചത് 2020 ജൂലൈ 20. ഐക്യരാഷ്ട്രസഭ പ്രഥമ ലോക ചെസ് ദിനമായി ആചരിച്ചത് 2020 ജൂലൈ 20. ഇന്ത്യയിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ വന്നത് 2020 ജൂലൈ 20. ഇന്ത്യയിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ വന്നത് 2020 ജൂലൈ 20.
കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ പദവി ലഭിക്കുന്ന മുനിസിപ്പാലിറ്റി വടകര. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ പദവി ലഭിക്കുന്ന മുനിസിപ്പാലിറ്റി വടകര. റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ വീടുകളിലെത്തിക്കുന്നതിനായി മുഖ്യമന്ത്രി ഘർ ഘർ റേഷൻ യോജന ആരംഭിച്ചത് ന്യൂഡൽഹി. റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ വീടുകളിൽ എത്തിക്കുന്നതിനായി മുഖ്യമന്ത്രി ഘർ ഘർ റേഷൻ യോജന ആരംഭിച്ചത് ന്യൂഡൽഹി. UN ഇന്റർനാഷണൽ ഇയർ ഫോർ ദ എലിമിനേഷൻ ഓഫ് ചൈൽഡ് ലേബർ ആയി ആചരിക്കുന്ന വർഷം 2021. UN ഇന്റർനാഷണൽ ഇയർ ഫോർ ദ എലിമിനേഷൻ ഓഫ് ചൈൽഡ് ലേബർ ആയി ആചരിക്കുന്ന വർഷം 2021. UN ഇന്റർനാഷണൽ ഇയർ ഓഫ് ദ ക്രിയേറ്റിവിറ്റി എക്കണോമി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയി ആചരിക്കുന്ന വർഷം 2021. UN ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്രിയേറ്റീവ് എക്കണോമി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയി ആചരിക്കുന്ന വർഷം 2021. 2020 ജൂലൈയിൽ വിക്ഷേപിച്ച ചൈനയുടെ ആദ്യ ചൊവ്വ പര്യവേഷണ ദൗത്യം ടിയാൻവെൻ 1. 2020 ജൂലൈയിൽ വിക്ഷേപിച്ച ചൈനയുടെ ആദ്യ ചൊവ്വ പര്യവേഷണ ദൗത്യം ടിയാൻവെൻ 1. പൊതുജനങ്ങൾക്ക് കളക്ടറേറ്റിൽ നേരിട്ട് വരാതെ വീട്ടിലിരുന്ന് പരാതികൾ സമർപ്പിക്കുന്നതിനായി മീറ്റ് യുവർ കളക്ടർ ഓൺ കോൾ പദ്ധതി ആരംഭിച്ച ജില്ല കോഴിക്കോട്. പൊതുജനങ്ങൾക്ക് കളക്ടറേറ്റിൽ നേരിട്ട് വരാതെ വീട്ടിലിരുന്ന് പരാതികൾ സമർപ്പിക്കുന്നതിനായി മീറ്റ് യുവർ കളക്ടർ ഓൺ കോൾ പദ്ധതി ആരംഭിച്ച ജില്ല കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ നമ്പർ രഹിത പേയ്മെന്റ് കാർഡ് ഫാം കാർഡ്. ഇന്ത്യയിലെ ആദ്യ നമ്പർ രഹിത പേയ്മെന്റ് കാർഡ് ഫാം കാർഡ്. UAEയുടെ പ്രഥമ ചൊവ്വ ദൗത്യത്തിന്റെ പേര് ഹോപ്പ് HOPE. UAEയുടെ പ്രഥമ ചൊവ്വ ദൗത്യത്തിന്റെ പേര് ഹോപ്പ്. ചൊവ്വ പര്യവേഷണം നടത്തുന്ന ആദ്യത്തെ അറബ് രാജ്യം UAE. ചൊവ്വ പര്യവേഷണം നടത്തുന്ന ആദ്യ അറബ് രാജ്യം UAE. സിംഗപ്പൂരിന്റെ പുതിയ പ്രധാനമന്ത്രി ലീ ഹിസിയൻ ലൂങ്. സിംഗപ്പൂരിന്റെ പുതിയ പ്രധാനമന്ത്രി ലീ ഹിസിയൻ ലൂങ്. കോവിഡ് കാലത്ത് കുട്ടികൾ അനുഭവിക്കുന്ന പലവിധ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നതിനും ആത്മഹത്യാ പ്രവണത ചെറുക്കുന്നതിനുമായി കേരളത്തിൽ ആരംഭിക്കുന്ന പദ്ധതി ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട്. കോവിഡ് കാലത്ത് കുട്ടികൾ അനുഭവിക്കുന്ന പലവിധ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നതിനും ആത്മഹത്യാ പ്രവണത ചെറുക്കുന്നതിനുമായി കേരളത്തിൽ ആരംഭിക്കുന്ന പദ്ധതി ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട്. ഇന്ത്യയിലെ ആദ്യ സ്റ്റേറ്റ് ലെവൽ ലോക് അദാലത്ത് നടത്തിയ ഹൈക്കോടതി ഛത്തീസ്ഗഡ് ഹൈക്കോടതി. ഇന്ത്യയിലെ ആദ്യ സ്റ്റേറ്റ് ലെവൽ ലോക് അദാലത്ത് നടത്തിയ ഹൈക്കോടതി ഛത്തീസ്ഗഡ് ഹൈക്കോടതി. COVID-19 നിലനിൽക്കുന്ന സാഹചര്യത്തിലും പൊതു തിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ ഏഷ്യൻ രാജ്യം ദക്ഷിണ കൊറിയ. COVID-19 നിലനിൽക്കുന്ന സാഹചര്യത്തിലും പൊതു തിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ ഏഷ്യൻ രാജ്യം ദക്ഷിണ കൊറിയ. COVID-19 പശ്ചാത്തലത്തിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ചിരി. COVID-19 പശ്ചാത്തലത്തിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ചിരി. ഗൂഗിൾ പ്ലസിനു പകരമായി ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ ആപ്ലിക്കേഷൻ ഗൂഗിൾ കറൻസ്. ഗൂഗിൾ പ്ലസിനു പകരമായി ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ ആപ്ലിക്കേഷൻ ഗൂഗിൾ കറൻസ്. കേരളത്തിലെ രണ്ടാമത്തെ പച്ചത്തുരുത്ത് ജില്ല വയനാട്. കേരളത്തിലെ രണ്ടാമത്തെ പച്ചത്തുരുത്ത് ജില്ല വയനാട്. കാലിക്കറ്റ് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ MK ജയരാജ്. കാലിക്കറ്റ് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ MK ജയരാജ്. മുഖാവരണം ധരിക്കാത്തവരെ ബോധവൽക്കരിക്കുന്നതിനായി റോക്കോ ടോക്കോ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. മുഖാവരണം ധരിക്കാത്തവരെ ബോധവൽക്കരിക്കുന്നതിനായി റോക്കോ ടോക്കോ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. ഒഴുക്കോട് ഇംഗ്ലീഷ് സംസാരിക്കാനും അഭിമുഖങ്ങളെ ലളിതമായി നേരിടുന്നതിനും ഉദ്യോഗാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി കണക്ട് ടു വർക്ക്.
ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കാനും അഭിമുഖങ്ങളെ ലളിതമായി നേരിടാനും ഉദ്യോഗാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ തൃശൂരിൽ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി കണക്ട് ടു വർക്ക്. കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ സജിത. കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ സജിത. 2021 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യം ശ്രീലങ്ക. 2021 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യം ശ്രീലങ്ക. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് നിലവിൽ വരുന്ന തുറമുഖം കൊച്ചി. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് നിലവിൽ വരുന്ന തുറമുഖം കൊച്ചി. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പുതിയ വൈസ് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ അശോക് ലവാസ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പുതിയ വൈസ് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ അശോക് ലവാസ. ലോകത്തിലെ ആദ്യ ഇസ്ലാമിക ബാങ്ക് ദുബായ് ഇസ്ലാമിക് ബാങ്കാണ്. അതിന്റെ സ്ഥാപകൻ ഹാജി സയ്യിദ് ബിൻ അഹമ്മദ് അൽ ലൂദഖ്. ലോകത്തിലെ ആദ്യ ഇസ്ലാമിക ബാങ്ക് ദുബായ് ഇസ്ലാമിക് ബാങ്ക്. അതിന്റെ സ്ഥാപകനാണ് ഹാജി സയ്യിദ് ബിൻ അഹമ്മദ് അൽ ലൂദഖ്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി വിക്ടേഴ്സ് നടത്തുന്ന ചാനൽ ആരംഭിക്കുന്ന വിനോദ വിജ്ഞാന പരിപാടി കിളിക്കൊഞ്ചൽ. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ കുട്ടികൾക്കായി വിക്ടേഴ്സ് ചാനൽ ആരംഭിക്കുന്ന വിനോദ വിജ്ഞാന പരിപാടി കിളിക്കൊഞ്ചൽ. COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായി എല്ലാ ജനങ്ങൾക്കും 2 ആഴ്ച കൊണ്ട് സ്ക്രീനിംഗ് നടത്തുന്നതിനായി കിൽ കൊറോണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായി എല്ലാ ജനങ്ങൾക്കും 2 ആഴ്ച കൊണ്ട് സ്ക്രീനിംഗ് നടത്തുന്നതിനായി കിൽ കൊറോണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. 2020 ജൂലൈ മുതൽ ആദർശ് പോലീസ് സ്റ്റേഷൻ സ്കീം ആരംഭിക്കുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്. 2020 ജൂലൈ മുതൽ ആദർശ് പോലീസ് സ്റ്റേഷൻ സ്കീം ആരംഭിക്കുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 പ്രതിരോധത്തിനായി പ്ലാസ്മ ബാങ്ക് ആരംഭിക്കുന്നത് എവിടെ? ഡൽഹി. ഇന്ത്യയിൽ ആദ്യമായി COVID-19 പ്രതിരോധത്തിനായി പ്ലാസ്മ ബാങ്ക് ആരംഭിക്കുന്നത് ഡൽഹി. COVID-19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നതിനായി KSFE കുടുംബശ്രീയുമായി ആരംഭിക്കുന്ന പദ്ധതി വിദ്യാശ്രീ. COVID-19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നതിനായി KSFE കുടുംബശ്രീയുമായി ചേർന്ന് ആരംഭിക്കുന്ന പദ്ധതി വിദ്യാശ്രീ. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് KK വേണുഗോപാൽ. ഇന്ത്യയിലെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് KK വേണുഗോപാൽ. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലായി വീണ്ടും നിയമിതനായത് തുഷാർ മേത്ത. ഇന്ത്യയിലെ സോളിസിറ്റർ ജനറലായി വീണ്ടും നിയമിതനായത് തുഷാർ മേത്ത. ICCയുടെ പുതിയ ചെയർമാൻ ഇമ്രാൻ ഖ്വാജ. ICCയുടെ പുതിയ ചെയർമാൻ ഇമ്രാൻ ഖ്വാജ. 2020 ജൂണിൽ 59 ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകൾ വിലക്കിയത് ഏത് IT ആക്ട് പ്രകാരമാണ്? IT ആക്ട് 69A. 2020 ജൂണിൽ 59 ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകൾ വിലക്കിയത് ഏത് IT ആക്ട് പ്രകാരമാണ്? IT ആക്ട് 69A. ഇന്ത്യയിലെ കർഷകർക്കായി കിസാൻ ധൻ മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ച ബാങ്ക് HDFC. ഇന്ത്യയിലെ കർഷകർക്കായി കിസാൻ ധൻ മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ച ബാങ്ക് HDFC. COVID-19 പശ്ചാത്തലത്തിൽ മടങ്ങിവരുന്ന പ്രവാസികളുടെ പുനരധിവാസവും സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനവും ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഡ്രീം കേരള. COVID-19 പശ്ചാത്തലത്തിൽ മടങ്ങിവരുന്ന പ്രവാസികളുടെ പുനരധിവാസവും സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനവും ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഡ്രീം കേരള. ഇന്ത്യയിലെ ആദ്യ മറൈൻ ക്ലസ്റ്റർ നിലവിൽ വരുന്നത് ഗോവ. ഇന്ത്യയിലെ ആദ്യ മറൈൻ ക്ലസ്റ്റർ നിലവിൽ വരുന്നത് ഗോവ. UN-ന്റെ ജനീവയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ഇന്ദ്രാമണി പാണ്ഡെ. UN-ന്റെ ജനീവയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ഇന്ദ്രാമണി പാണ്ഡെ.
ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ജീൻ കാസ്റ്റെക്സ്. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ജീൻ കാസ്റ്റെക്സ്. ഇന്ത്യ ജപ്പാൻ സംയുക്ത വ്യോമാഭ്യാസമായ പാസെക്സ് 2020 വേദിയായത് എവിടെ? ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യ ജപ്പാൻ സംയുക്ത വ്യോമാഭ്യാസമായ പാസെക്സ് 2020 വേദിയായത് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യയുടെ പ്രഥമ ശുക്രദൗത്യമായ ശുക്രയാൻ 1 സഹകരിക്കുന്ന വിദേശ രാജ്യം സ്വീഡൻ. ഇന്ത്യയുടെ പ്രഥമ ശുക്രദൗത്യമായ ശുക്രയാൻ 1 സഹകരിക്കുന്ന വിദേശ രാജ്യം സ്വീഡൻ. ഇന്ത്യയുടെ സഹായത്തോടെ ശ്രീ സപ്തമൈ ഗുരുകുൽ സംസ്കൃത വിദ്യാലയം നിലവിൽ വന്ന രാജ്യം നേപ്പാൾ. ഇന്ത്യയുടെ സഹായത്തോടെ ശ്രീ സപ്തമൈ ഗുരുകുൽ സംസ്കൃത വിദ്യാലയം നിലവിൽ വന്ന രാജ്യം നേപ്പാൾ. 2020 ജൂലൈയിൽ നായ്ക്കളുടെ ഇറച്ചി വിൽപ്പന, ഇറക്കുമതി എന്നിവ നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ്. 2020 ജൂലൈയിൽ നായ്ക്കളുടെ ഇറച്ചി വിൽപ്പന, ഇറക്കുമതി എന്നിവ നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ്. 2020 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 117. 2020 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 117. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്കു തീവണ്ടി ശേഷ് നാഗ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്കു തീവണ്ടി ശേഷ് നാഗ്. 2020 ജൂലൈയിൽ ഓഫെക്സ് 16 എന്ന ചാര സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യം ഇസ്രായേൽ. 2020 ജൂലൈയിൽ ഒഫെക് 16 എന്ന ചാര സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യം ഇസ്രായേൽ. ലോകത്തിലെ ഏറ്റവും വലിയ COVID-19 ചികിത്സാ കേന്ദ്രം ന്യൂഡൽഹി. ലോകത്തിലെ ഏറ്റവും വലിയ COVID-19 ചികിത്സാ കേന്ദ്രം ന്യൂഡൽഹി. സ്വകാര്യ മേഖലയിലെ തൊഴിലുകളിൽ തദ്ദേശീയർക്ക് 75% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഹരിയാന. സ്വകാര്യ മേഖലയിലെ തൊഴിലുകളിൽ തദ്ദേശീയർക്ക് 75% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഹരിയാന. ഇന്ത്യയിൽ വികസിപ്പിക്കുന്ന ആദ്യ COVID-19 വാക്സിൻ കോവാക്സിൻ. ഇന്ത്യയിൽ വികസിപ്പിക്കുന്ന ആദ്യ COVID-19 വാക്സിൻ കോവാക്സിൻ. 2021 ജൂലൈയോടുകൂടി ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിൻവാങ്ങുന്ന രാജ്യം അമേരിക്ക. 2021 ജൂലൈയോടുകൂടി ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിൻവാങ്ങുന്ന രാജ്യം അമേരിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെ? ജയ്പൂർ. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് ജയ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം ഗോൾഡൻ ബേർഡ് വിങ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം ഗോൾഡൻ ബേർഡ് വിങ്. ഇന്ത്യയിൽ ആദ്യമായി ഗവൺമെന്റ് ഭൂമിയുടെ സംരക്ഷണത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ബ്ലൂയിസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ച സംസ്ഥാനം ഒഡീഷ. ഇന്ത്യയിൽ ആദ്യമായി ഗവൺമെന്റ് ഭൂമിയുടെ സംരക്ഷണത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ബ്ലൂയിസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ച സംസ്ഥാനം ഒഡീഷ. ലോകത്തിലാദ്യമായി സൗരോർജ്ജ നിലയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി റെയിൽവേയുടെ ഓവർഹെഡ് സിസ്റ്റത്തിലേക്ക് നേരിട്ടെത്തിക്കുന്ന സംവിധാനം ആരംഭിച്ച രാജ്യം ഇന്ത്യ. ലോകത്തിലാദ്യമായി സൗരോർജ്ജ നിലയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി റെയിൽവേയുടെ ഓവർഹെഡ് സിസ്റ്റത്തിലേക്ക് നേരിട്ടെത്തിക്കുന്ന സംവിധാനം ആരംഭിച്ച രാജ്യം ഇന്ത്യ. 2020 ജൂലൈയിൽ അപ്സ്റ്റാർ 6D എന്ന വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈന. 2020 ജൂലൈയിൽ അപ്സ്റ്റാർ 6D എന്ന വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈന. ഓക്കെ, ഇത്രയുമാണ് 2020 ജൂലൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. ഇതെല്ലാം തന്നെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കണം. എല്ലാം വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, താങ്ക് യു.